ഈ ഡിലീറ്റ് ചെയ്ത ചാനലുകൾക്ക്, ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചാനലുകൾക്ക് ഒരു അവസരം കൂടെ യൂട്യൂബ് നൽകാൻ പോവുകയാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ നിന്നും വളരെ സന്തോഷം നൽകുന്ന, അതായത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ന്യൂസ് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വന്നിരിക്കുകയാണ്. അതായത് യൂട്യൂബിൻ്റെ ഒരു പുതിയ പോളിസി അനുസരിച്ച്, അതായത് സർക്കംവെൻഷൻ പോളിസി അനുസരിച്ച് ഒരാളുടെ ചാനൽ യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ യൂട്യൂബിൽ പുതിയ ഒരു അക്കൗണ്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ചാനൽ കുറേ നാളായി യൂട്യൂബിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജൂലൈ 15 ശേഷം ഒരുപാട് ആളുകളുടെ ചാനലുകൾ പുതിയ നിയമങ്ങൾ അനുസരിച്ച് യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ചാനലുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് യൂട്യൂബിൽ പൈലറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ പ്രോഗ്രാം അനുസരിച്ച് ഈ ഡിലീറ്റ് ചെയ്ത ചാനലുകൾക്ക്, ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചാനലുകൾക്ക് ഒരു അവസരം കൂടെ യൂട്യൂബ് നൽകാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ഈ പുതിയ അപ്ഡേറ്റിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിംഗ് ടുഡേ, ഇന്നു മുതൽ വി ആർ ഓപ്പണിംഗ് അപ്പ് എ പൈലറ്റ് പ്രോഗ്രാം ടു ഗീവ് സം പ്രീവിയസ്ലി ടെർമിനേറ്റഡ് ക്രിയേറ്റേഴ്സ് എ ചാൻസ് ടു റീജോയിൻ യൂട്യൂബ് ബൈ റിക്വസ്റ്റിംഗ് എ ന്യൂ ചാനൽ വയ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ്. എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ചാനൽ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ ചാനൽ തുടങ്ങാനുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെ കൊടുക്കാവുന്നതാണ്. ഇതാണ് യൂട്യൂബ് ഈ അപ്ഡേറ്റിലൂടെ പറയുന്നത്. യൂട്യൂബ് ഇവിടെ പറയുന്നത്, ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ പല വഴികളിലൂടെ റിക്വസ്റ്റ് അയക്കാറുണ്ട് അവർക്ക് യൂട്യൂബിലേക്ക് തിരിച്ചു വരണമെന്ന്. അതുകൊണ്ടാണ് യൂട്യൂബ് ഈ പൈലറ്റ് പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഇതിലൂടെ എലിജിബിൾ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ്, അതായത് ഈ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ എലിജിബിൾ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് യൂട്യൂബിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷനാണ് യൂട്യൂബ് ഈ പ്രോഗ്രാമിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഈ എലിജിബിൾ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ്? അതുകൂടെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ റീജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു വർഷമായിരിക്കണം. അതായത് ഒരു വർഷം മുമ്പ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചാനലുകൾക്കാണ് ഇപ്പോൾ റീജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. അതായത് റീസെന്റ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചാനലുകൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു വർഷം വരെ. ഒരു വർഷം ഈ ഒരു പണിഷ്മെന്റ് എടുത്തതിന് ശേഷം നിങ്ങൾ നോക്കുക, ഈ ഓപ്ഷൻ അപ്പോഴും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് റീജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ, അതായത് നിങ്ങൾക്കറിയാം 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. ആ രീതിയിൽ ടെർമിനേറ്റ് ആയി പോയിട്ടുള്ള ചാനലുകൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടത്തില്ല. അവർക്ക് ഈ രീതിയിൽ റീജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ചാനൽ ടെർമിനേറ്റ് ആയതിനു ശേഷം അവരുടെ ജിമെയിൽ ഐ ഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ജിമെയിൽ ഐ ഡി നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ കിട്ടത്തില്ല. നിങ്ങൾക്കും ഈ രീതിയിൽ റീജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇതിന് എലിജിബിൾ ആയവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ റിക്വസ്റ്റ് എ ന്യൂ ചാനൽ എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് മോഡിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി, അതും നിങ്ങളുടെ ഈ ടെർമിനേറ്റ് ആയി പോയ ആ ചാനലിൽ തന്നെ ലോഗിൻ ചെയ്ത് ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഡെസ്ക്ടോപ്പ് മോഡിൽ കയറി അതിലൂടെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വർഷം മുമ്പ് ഡിലീറ്റ് ആയി പോയ ചാനലുകൾ ഉള്ളവർ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പതുക്കെ എല്ലാവരിലേക്കും എത്തുന്നതായിരിക്കും. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിയിരിക്കുന്നു. യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, ചിലപ്പോൾ താമസിച്ചായിരിക്കും പലർക്കും വരുന്നത്. കാരണം പതുക്കെ ഒരു അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എത്താൻ ചെറിയൊരു സമയം എടുത്തെന്ന് വരാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ റിക്വസ്റ്റ് ന്യൂ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ അവർ കൂടുതൽ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.